ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 77. നമ്മൾ ഉത്തരാർച്ചികത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. ഇത് സോമം പിഴിഞ്ഞ് അഗ്നിയിൽ അർപ്പിച്ചുകൊണ്ട് കൃത്രിമമായിട്ട് മഴ പെയ്ക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഈ ഖണ്ഡം 3-ലുള്ളത്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നത് ഒന്ന് അഗ്നിയാണ്. അഗ്നിയിൽ അർപ്പിച്ച എല്ലാം അഗ്നി തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ യജ്ഞത്തിൻ്റെ പിന്നിലും അഗ്നിയാണ്. അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ മുകളിൽ മേഘങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ആ ഇന്ദ്രനാണ് അപ്പോൾ അവിടെ മേഘത്തെ കൂട്ടിച്ചേർത്ത് മഴ പെയ്യിപ്പിക്കുന്നത്. എന്തോ കാരണത്താൽ ഇന്ദ്രൻ അതിന് സാധിക്കുന്നില്ല, മേഘങ്ങൾ കൂടിച്ചേരുന്നില്ല. അപ്പോൾ അഗ്നിയിൽ അർപ്പിക്കുന്ന അയനൈസ്ഡ് ചെയ്ത ഈ ബാഷ്പം മുകളിലെത്തുമ്പോൾ ഈ രണ്ട് മേഘങ്ങളുടെ നടുവിൽ അയനൈസ് ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് കൂടിച്ചേരാനുള്ള അവസരം കിട്ടും. അപ്പം ഇന്ദ്രൻ അവയെ പെട്ടെന്ന് കൂട്ടിച്ചേർത്തിട്ട് മഴ പെയ്ക്കും. ഇന്ദ്രൻ എന്ന് പറയുന്നത് മഴ അവയെ കൂട്ടിച്ചേർക്കുന്നതിന് പിന്നിലുള്ള ശക്തി വിശേഷമാണ്. ഒരു ശക്തി അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് അവയെ കൂട്ടിച്ചേർക്കാൻ, അതാണ് ഇന്ദ്രൻ. അപ്പോൾ നമുക്ക് ഓരോ മന്ത്രമായിട്ട് 150 എന്താണ് പറയുന്നത് നോക്കാം. സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇന്ദ്രാഗ്നികൾക്ക് വേണ്ടി സ്തുതികൾ ആലപിക്കുകയാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രം. സയൻസ്, മോഡേൺ സയൻസിന് എല്ലാം സ്തുതി എന്ന് പറയാം. അപ്പോൾ ആ സ്തുതികളിലൂടെ വേണം നമ്മൾ ഇന്ദ്രനെയും അഗ്നിയെയും സമീപിക്കാൻ. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിച്ചാൽ മാത്രമേ ഇന്ദ്രൻ മേഘങ്ങളെ കൂട്ടിച്ചേർക്കുകയുള്ളൂ. എന്താണ് സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലസ് ചാർട്ടും മൈനസ് ചാർട്ടുമുള്ള രണ്ട് മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വായുവുണ്ട്. വായുവിനെ തടസ്സപ്പെടുത്തും. പക്ഷേ നമുക്കറിയാം, വെള്ളത്തിൽ രണ്ട് റോഡ് ഇറക്കിയിട്ട് വൈദ്യുതി കടത്തി വിട്ടാൻ ശ്രമിച്ചാൽ വെള്ളത്തിലൂടെ കറണ്ട് കടക്കില്ല. കാരണം വെള്ളം ന്യൂട്രലാണ്. എന്നാൽ അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയോൺസ് ഉണ്ടാകും. അപ്പം ഈ കറണ്ടിന് എളുപ്പത്തിൽ പാസ് ചെയ്യുക. ചെറുതിൽ പഠിക്കുന്നതാണ്. അതുമാതിരി ഈ മേഘങ്ങളുടെ ഇടയ്ക്ക് വായുവിൽ അയോൺസ് ഒന്നുമില്ല. അപ്പം നമ്മൾ അഗ്നിയിൽ അർപ്പിച്ചിരിക്കുന്ന ഈ നീര്, അയണൈസ്ഡ് ചെയ്ത നീര് മുകളിൽ ചെല്ലുമ്പോൾ ഈ മേഘങ്ങളുടെ ഇടയ്ക്കുള്ള വായുവിലെത്തുമ്പോൾ അയോൺസ് ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് കൂടിച്ചേരാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് തത്വം പ്രകാരമാണ് നമ്മൾ അയനൈസ് ചെയ്ത ബാഷ്പത്തെ അവിടത്തേക്ക് ഈ പ്രത്യേകതരം നീരിലൂടെയെല്ലാം സംസ്കരിച്ചെടുത്ത് അയക്കുന്നത്. അപ്പോൾ സ്തുതികൾ ആലപിക്കുകയാണ്. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കർമ്മത്തോട് ചേർന്നാണ് സ്തുതികൾ ആലപിക്കുന്നത്. ഒരു കർമ്മം ചെയ്യുമ്പോൾ സയൻസ് ഉണ്ടാകണം. നമ്മൾ ചോറ് വെക്കുമ്പോൾ ഒരു സയൻസ് ഉണ്ട്. വെള്ളത്തിലിട്ട് അരി ചൂടാക്കിയാൽ മതി. വെള്ളത്തിലിട്ട് ചൂടാക്കുന്നതിന് പകരം വെളിച്ചെണ്ണയിലിട്ടിട്ട് അരി ചൂടാക്കിയാൽ ചോറാവുമോ? ആവില്ല. അപ്പോൾ അവിടെ ഒരു സയൻസ് ഉണ്ട്. വെള്ളം അരിയായിട്ട് ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അതിന് പദം വരുന്നത്, അതിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഒരു സയൻസ് ഉണ്ട്. അപ്പോൾ സ്തുതികളുടെ അടിസ്ഥാനത്തിലാണ് കർമ്മം ചെയ്യേണ്ടത്. ഇനി 151 ഇന്ദ്രാഗ്നികളുടെ, ഇന്ദ്രനും അഗ്നിയുമാണ് അവിടെ മേഘങ്ങളെ യോജിപ്പിക്കുന്നത്. അനുഗ്രഹം നേടുന്നവർ തങ്ങളുടെ രക്ഷക്കായിട്ട് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് സയൻസിലൂടെയാണ് നമ്മൾ വേദമന്ത്രങ്ങളെ, വേദത്തിലാണ് ഈ സോമലതയെ എടുത്തിട്ട് പിഴിഞ്ഞിട്ട് മഴ പെയ്യിക്കാൻ പറ്റുമെന്നുള്ള ശാസ്ത്രതത്വം പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് സ്തുതികൾ, ആ സ്തുതികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ദ്രനിൽ നിന്നും രക്ഷ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നത്. അന്നം നേടുന്നതിന് വേണ്ടിയാണ് സ്തുതികൾ അർപ്പിക്കുന്നത്. എന്താണ് നമുക്ക് അന്നം കിട്ടുക? സ്തുതികൾ അർപ്പിച്ചിട്ട് ഇത് അറിയിച്ചു കഴിഞ്ഞാൽ മേഘങ്ങൾ കൂടിച്ചേർന്ന് മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ ചെടികളെല്ലാം, നെല്ലെല്ലാം നല്ലോണം വളരും, ധാന്യങ്ങൾ, അന്നം കിട്ടും. ഇനി 152
ധനം ആഗ്രഹിക്കുന്ന ഞങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെയും അഗ്നിയെയും വചനങ്ങളാൽ സ്തുതിക്കുന്നു. അവിടെയും വചനങ്ങളാൽ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനം ആഗ്രഹിക്കുന്ന നമ്മൾ ഇന്ദ്രനെയും അഗ്നിയെയും സ്തുതിക്കുന്നത്. ധനം എങ്ങനെയാണ് നേടുക? മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ചെടികളെല്ലാം വളരും, ധാന്യം നല്ലവണ്ണം ഉണ്ടാകും, കൊടുത്തു കഴിഞ്ഞാൽ ധനം കിട്ടും. എല്ലാം കാര്യം ഒന്ന് തന്നെ. ഇനി 153 ഇവിടെ സ്തുതിക്കുന്നവരിൽ അനുഗ്രഹിച്ചു സ്തുതിക്കുന്നവരെ അനുഗ്രഹിച്ചുകൊണ്ട് സോമത്തോട് പറയുകയാണ്, നീരിനോട് പറയുകയാണ്, നിങ്ങൾ കലശത്തിൽ വീഴുക. അപ്പം നമ്മളെന്താണ് ചെയ്യുന്നത്? പിടിച്ചു പിഴിയണം. അപ്പം പിഴിയുമ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നീര് ഇടിച്ച് പിഴിയുമ്പോൾ അതിനോട് പറയുകയാണ്, നിങ്ങൾ പാത്രത്തിൽ വീഴുക. കാരണം ഇത് പാത്രത്തിൽ നിന്ന് എടുത്തിട്ടാണ് അഗ്നിയിൽ ഹോമിച്ചിട്ട് അങ്ങ് മുകളിലേക്ക് വിടുന്നത്. അപ്പം നിങ്ങൾ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ തന്നെ പിഴിയണം. പിഴിയുമ്പോൾ അതിന് ചില രീതികളെല്ലാം ഉണ്ട്. അതിനെ അയനൈസ് ചെയ്യണം, കൂടിച്ചേർന്ന് പോകരുത്. അത് അയണായിട്ട് മാറണം. കൂടിച്ചേരാത്ത തരത്തിൽ അതിനെ വേർപെടുത്തിയിട്ട് പാത്രത്തിൽ ശേഖരിക്കണം. അതെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് വേദമന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് സ്തുതികൾ എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ദ്രന് അർപ്പിക്കുമ്പോൾ എല്ലാവിധ ശക്തിയും ശ്രോതാക്കളിൽ ചൊരിഞ്ഞുകൊണ്ട് ഇന്ദ്രന് വേണ്ടി ആനന്ദദായകമാവുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിനെ ഇന്ദ്രനായിട്ട് അഗ്നിയിൽ അർപ്പിച്ചിട്ട് അങ്ങ് മുകളിലേക്ക് വിടുമ്പോൾ മുകളിൽ ഇന്ദ്രൻ ഇരുന്നിട്ട് മേഘത്തെ യോജിപ്പിക്കുക. അപ്പം ഇത് കാണുമ്പോൾ ഇന്ദ്രൻ എന്തുണ്ടാവും? നല്ല ആനന്ദമുണ്ടാവും. കാരണം പെട്ടെന്ന് മഴ പെയ്യിപ്പിക്കാൻ പറ്റുമല്ല, മേഘങ്ങളെ കൂട്ടിച്ചേർക്കാൻ പറ്റുമല്ല. അല്ലാതപ്പോൾ അത് കുറേ പാടുപെടുകയാണ്. അതുകൊണ്ടാണ് മഴ പെയ്യാത്തത്. ഇനി 154 ശക്തി തികഞ്ഞവനും ഏവർക്കും കാണാൻ കഴിയുന്നതുമായ സോമത്തോട് പറയുകയാണ്, അങ്ങേ ഞാൻ വിളിക്കുകയാണ്. സോമത്തെ വിളിക്കുകയാണ്. ഏതിൽ? ആ ചെടിയിലുള്ള നീരിലുള്ള ആ സോമത്തെ വിളിക്കുകയാണ്. എങ്ങനെ? ഇടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ സോമത്തെ വിളിക്കുകയാണ്, അങ്ങനെയുള്ള അങ്ങ് എനിക്ക് അന്നം നൽകിയാൽ അനുഗ്രഹിക്കണം. ഇങ്ങനെ അന്നം ഉണ്ടാവുക? ഈ സോമം അഗ്നിയിൽ അർപ്പിച്ച് മുകളിൽ പോകുമ്പോൾ മഴയായി പെയ്യുമ്പോൾ നമുക്ക് അന്നം ഉൽപ്പാദിപ്പിക്കും. ഇനി 155 എൻ്റെ വിരലുകളുടെയാണ് സോമത്തെ അങ്ങയെ ഞാൻ സംസ്കരിച്ചെടുക്കുന്നത്. ഇടിച്ച് പിഴിയുന്നത് വിരലുകളുകൊണ്ട് ഇടിക്കും, അതിനെ പിഴിഞ്ഞെടുക്കണം. സോമലത അങ്ങനെ ഇടിച്ച് പിഴിയുമ്പോൾ സോമത്തോട് പറയുകയാണ്, അങ്ങ് കലശത്തിലേക്ക് വീഴുക. ഇടിച്ച് പിഴിയുമ്പോൾ അങ്ങ് പാത്രത്തിൽ വീഴുക. ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവർ പിഴിഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല മിത്രമായിരിക്കുന്ന ഇന്ദ്രന് പോരാട്ടത്തിന് പ്രേരണ നൽകുക. നമ്മുടെ മിത്രമാണ് അവിടെ ഇരിക്കുന്ന ഇന്ദ്രൻ അവിടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മേഘങ്ങൾ ഇങ്ങനെ കൂടിച്ചേരാതെ നടുവിലൊരു വായുവുണ്ട്. വായു അയനൈസ്ഡ് അല്ല. അപ്പം വായു അതിനെ എതിർക്കും, കൂടിച്ചേരുന്നതിന് തടസ്സം നിൽക്കും. അപ്പോൾ ഇന്ദ്രൻ എങ്ങനെയെങ്കിലും ഇതിനെ തമ്മിൽ കൂടിച്ചേർക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം വായു തടുക്കുകയാണ്. അപ്പോൾ ഈ സോമാടെ എത്തുമ്പോൾ ഇന്ദ്രൻ എന്തുണ്ടാക്കും? പോരാട്ടത്തിന് പ്രേരണ, ശക്തി കൂടുതൽ നൽകും. കാരണം ഈ വായുവിൻ്റെ ഇടക്ക് അയനൈസ്ഡ് ചെയ്ത ഈ സോമലതേൻ്റെ നീരാടി എത്തുമ്പോൾ അയനൈസ്ഡ് ആണെങ്കിൽ പെട്ടെന്ന് പിന്നെ ആ എതിർപ്പെല്ലാം ഇല്ലാതെയാവും, പെട്ടെന്ന് കൂടിച്ചേരും. അപ്പോൾ ഇന്ദ്രനെ കൂടിച്ചേരുവാൻ പ്രേരിപ്പിക്കും, പോരാട്ടത്തിന് പ്രേരിപ്പിക്കും. ഇനി 156 എങ്ങനെയാണോ ചുവന്ന കാള പശുക്കൾക്ക് നേരെ ശബ്ദം മുഴക്കിക്കൊണ്ടു പോകുന്നത്, ചുവന്ന കാളയില്ല, കാളയും ചുവപ്പ് തന്നെ വേണമെന്നത്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ശൗര്യം കൂടുതലുണ്ട് എന്ന അർത്ഥത്തിൽ പറയുകയാണ്. അതുപോലെ കാള പശുവിൻ്റെ നേർക്ക് ഓടി ചെല്ലുന്നത് പോലെ
ആ വിധം സ്തുതികളെ ലക്ഷ്യമാക്കി ശബ്ദമുയർത്തപ്പെടുന്നു. ആ വിധത്തിൽ ഈ സോമലതയും ആ നീരും ശബ്ദം പുറപ്പെടുവിക്കും. അതായത് ഇടിച്ചു പിഴിയുമ്പോൾ ഇത് ചാർജുള്ള കണങ്ങളായിട്ട് മാറും. അത്തരത്തിലാണത് പിഴിഞ്ഞ് വെള്ളമെല്ലാം ചേർത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് പാലുമെല്ലാം ചേർത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ചാർജുള്ളതായിട്ടാണ് മാറ്റുന്നത്. അങ്ങനെ ചാർജുള്ളതായിട്ട് മാറ്റുമ്പോഴും ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനങ്ങനെ ചാർജായിട്ട് അധികാരം നിൽക്കാൻ പറ്റില്ല. ചിലതെല്ലാം കയറിയിട്ട് കൂടിച്ചേരുമ്പോഴാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. മേഘത്തിലെ ശബ്ദം കേൾക്കുന്നത് എന്താണ്? അവിടെ ചാർജുള്ള കണങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. അതുമാതിരി ഇതിലും ചാർജുള്ള കണങ്ങളാണ്, ചിലത് കൂടിച്ചേർന്ന് കളയും. അപ്പം ഈ ലിക്വിഡ്, ഈ സംസ്കരിച്ചെടുത്ത സോമം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് ചാർജ് ചെയ്തത് കൊണ്ടാണ് ആ ശബ്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ കാളകളെ പോലെ ശബ്ദിച്ച് ചെല്ലുന്നത് പോലെ, ചുവന്ന നിറത്തിലുള്ള കാള പശുവിൻ്റെ നേരെ ശബ്ദിച്ച് ചെല്ലുന്നത് പോലെ ഈ സോമവും ശബ്ദമുണ്ടാക്കുക. അതിന് സ്ട്രോങ് ആണ്. പൃഥ്വിയെ മാത്രമല്ല, 2 ലോകങ്ങളെയും പ്രാപിക്കുന്നു. അന്തരീക്ഷത്തെ എല്ലാം പ്രാപിക്കും. ഇവിടുന്ന് അതങ്ങ് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അത് മുഴുവൻ ആകാശം മുഴുവൻ വ്യാപിക്കും. ഇന്ദ്രശബ്ദം പോലെ കേൾക്കുകയും ചെയ്യുന്നു. ഇന്ദ്രൻ്റെ ശബ്ദം ഏതാണ് കേൾക്കുന്നത്? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഈ ചാർജ് കൂടിച്ചേരുമ്പോഴാണ് ആ ഇടിമിന്നലിൻ്റെ ശബ്ദം. അതേപോലെ ശബ്ദം തന്നെയാണ് ഇവിടെ ചെറിയ ചെറിയ കണങ്ങൾ കൂടിച്ചേർന്ന് ചെറിയ ശബ്ദം, ചെറിയ ഇടിമിന്നൽ ഇന്ദ്രശബ്ദത്തിന് തുല്യമായി കേൾക്കപ്പെടുന്നു. അതിനുശേഷം സോമ യഥാർത്ഥ രൂപം ഏവരെയും കാണിച്ചുകൊണ്ട് വചനത്തെ പ്രാപിക്കുന്നു. അപ്പോഴാണ് സോമം എന്ത് ചെയ്യുന്നത്? അതിൻ്റെ യഥാർത്ഥ രൂപം കാണിക്കും. യഥാർത്ഥ രൂപം കാണിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തിയും ബലവും ഉപയോഗിച്ചിട്ട് അയനൈസ്ഡ് ഫോം എന്ത് ചെയ്യും? ഈ ചാർജുള്ള മേഘങ്ങളെ തമ്മിൽ പെട്ടെന്ന് കൂട്ടിച്ചേർപ്പിക്കും. അപ്പോൾ മഴയോടും കൂടി മിന്നലോടും കൂടി മഴയിങ്ങ് പെയ്യും. അപ്പോഴാണ് ഈ സോമം അതിൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നത്. ഇനി 157. അതീവ രസമുള്ള പശുവിൻ പാൽ തുടങ്ങിയവ ചേർത്ത മധുരമൂറുന്ന ഈ സോമത്തെ പ്രേരണ ചെലുത്തിക്കൊണ്ട് അത് പ്രാപിക്കുന്നു. ഇത് നല്ല പിഴിഞ്ഞെടുത്ത മധുരമുള്ള സോമം മറ്റുള്ള പലതും പാല് പോലെയുള്ള പലതും ചേർത്ത് വെള്ളവും പാലും എല്ലാം ചേർത്ത് കൊണ്ടാണ് ഇതിനെ പിഴിഞ്ഞെടുക്കുന്നത്. എങ്കിലും മാത്രമേ അയനൈസ്ഡ് ആയിട്ട് മാറി നിൽക്കുകയുള്ളൂ. അപ്പോഴത് പ്രേരണ ചെലുത്തുന്ന രൂപത്തിലാകുന്നു. എന്ത്? മേഘത്തെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലേക്കാക്കി മാറ്റുന്നു. അത് ഇങ്ങനെ പ്രേരിപ്പിക്കാൻ കഴിവുള്ള അത് ഇന്ദ്രനെ പ്രാപ്തമാക്കുന്നു. എന്തിന്? മേഘങ്ങളെ പെട്ടെന്ന് കൂട്ടിച്ചേർക്കുവാൻ കഴിവുള്ളവനാക്കിയിട്ട് മാറ്റും അവിടെ എത്തുമ്പോൾ. ഇനി 158. ആനന്ദദായകമായ സോമത്തോട് പറയാണ്. നമുക്ക് ആനന്ദം നൽകുന്ന പരിപാടിയാണ്. കാരണം ഈ സോമയാഗെല്ലാം നടത്തിയിട്ട് മഴ പെയ്യുമ്പോൾ ഭയങ്കര ആനന്ദമായിരിക്കും. ആ മഴ പെയ്യുന്ന അവസരത്തിൽ പാടുപെട്ടിട്ട് ചില മഴക്കാലത്ത് മഴ പെയ്യാതിരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അല്ലെങ്കിൽ കൃഷിയെല്ലാം ഉണങ്ങിപ്പോവും അന്നത്തെ കാലത്ത്. ഇന്നും അത് ചെയ്യാം. അതുകൊണ്ട് അപ്പോൾ ആനന്ദമായിരിക്കും മഴ പെയ്യുമ്പോൾ, ഇത്രയും പാടുപെട്ടിട്ട് മഴ പെയ്യുമ്പോൾ. ആ അസുരൻ്റെ വധത്തിന് ശേഷം, ഏതാണ് അസുരൻ? ഇതിൻ്റെ ഇടയ്ക്കുള്ള വായുവാണ് തടസ്സമായി നിൽക്കുന്നത്. വായുവിലുള്ളൊരു ശക്തിയാണ് വായുവാണ് ഇതിനെ വേർപെടുത്തി നിർത്തിയിരിക്കുന്നത്. ആ വായുവിൽ ഈ സോമാങ് എത്തുമ്പോഴും വായുവിൻ്റെ അസുരൻ്റെ ശക്തി അല്ലെങ്കിൽ നശിക്കും. പിന്നെ പെട്ടെന്ന് ഈ ചാർജുള്ള കണങ്ങൾ കൂടിച്ചേരും. അപ്പോൾ അസുരൻ്റെ വധത്തിന് ശേഷം അതിനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയതിൻ്റെ ശേഷം ഭൂമിയിലേക്ക് മേഘത്തിൽ നിന്നും വീണ ആ വർഷത്തെ സന്തോഷത്തിന് വേണ്ടി പാത്രത്തിലെത്തിച്ചാലും അപ്പം പിന്നെ ആ മഴയായിട്ട് അത് കീഴോട്ടേക്ക് പെയ്യും. ആ വിധം മഴ പെയ്യുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ അനുഗ്രഹത്താൽ, ആ മഴ പെയ്യുമ്പോൾ അങ്ങ് അനുഗ്രഹിക്കുകയാണ് നമ്മളെയെല്ലാം. എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? അതുവരെ നമ്മൾ ചൂടെടുത്ത് പൊരിക്കുകയാണ്, നമ്മളെ കൃഷിക്കൊന്നും വെള്ളമില്ല. അപ്പോൾ അത് അനുഗ്രഹിക്കുന്നില്ല. എനിക്കിതാ വെള്ളം ഞാൻ തരുന്നു. ആര്? സോമം അവിടെ പോയിട്ട് മഴ പെയ്യിപ്പിച്ചിട്ട്. അപ്പം അതിൻ്റെ അനുഗ്രഹത്താൽ എന്ത് പറയുന്നു?
ഞങ്ങളിൽ ഗോക്കൾ എത്തിച്ചേരട്ടെ. എങ്ങനെയാണ് പശുക്കൾ സമൃദ്ധി, ഗോക്കൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ സമൃദ്ധി ഉണ്ടാവുക. മഴ പെയ്യുമ്പോൾ നെല്ലെല്ലാം വളരും, നമുക്ക് തിന്നേണ്ട ഭക്ഷണം കിട്ടും, അതിൻ്റെ പുല്ലെല്ലാം പശുക്കൾക്കെല്ലാം തിന്നാം. അപ്പോൾ അവയും യഥേഷ്ടം അതിൻ്റെ വംശം വർദ്ധിക്കും, എണ്ണം വർദ്ധിക്കും. അപ്പം ഗോക്കളുടെ എണ്ണം കൂടും. തിന്നാൻ പുല്ലുണ്ടെങ്കിലല്ലേ പശുവിനെ പോറ്റാൻ പറ്റുള്ളൂ. അപ്പം പശുക്കളെ എണ്ണം എല്ലാം കൂടി